ദുൽഖർ പറഞ്ഞ പോലെ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം. അങ്ങനെയായിരുന്നു ആ 3 മണിക്കൂർ. എങ്ങനെയൊക്കെയോ ഞാൻ തീർത്തതാണ് കൈസ്. നമ്മൾ കണ്ട് കുറേ കണ്ട് ഇതായി തഴമ്പിച്ച് പോയ ഒരു സ്റ്റോറിയാണ്, വലിയ സുഖമില്ലാത്ത സ്റ്റോറിയാണ്. പക്ഷേ എന്നിരുന്നാലും ഇതിന്റെ ക്യാമറയുടെ കൈകാര്യം അത് അടിപൊളിയാണ്, ഭയങ്കര കിടിലായിട്ട് തോന്നി. പിന്നെ മ്യൂസിക് അതും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ DK എൻ്റർ ചെയ്യുന്ന സീനിലൊക്കെ നമുക്ക് എന്തായാലും വിസിൽ വിളിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും എനിക്ക്. അപ്പോൾ ഞാൻ കടപടപടാന്നാണ് വിസിലൊക്കെ വിളിച്ചു. പക്ഷേ സ്റ്റോറി പോകുന്ന രീതി എനിക്ക് ബോറായിട്ട് പിന്നെ ഭയങ്കര ഇതൊക്കെ എന്തിനാന്നൊക്കെ ആ ഒരു ഫീൽ തോന്നി. പിന്നെ ഈവൻ ഫൈറ്റ് സീനിൽ തന്നെ ദുൽഖർ പെന്നോണ്ട് എടുത്ത് ഫൈറ്റ് ചെയ്യുന്ന സീനുണ്ട്. അത് മറ്റേ ജോൺ വിക്കിന്റെ ഫൈറ്റ് ചെയ്യുന്ന സീൻ വെച്ച് ഞാൻ പെട്ടെന്ന് കമ്പയർ ചെയ്തു. അതൊന്നും ചെയ്യാൻ പാടില്ല എനിക്ക് പിന്നെ മനസ്സിലായി. അഭിനയിച്ചവർ പുതിയ ആൾക്കാർ അഭിനയിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അതായത് ഇവർക്കൊന്നും ആ ഒരു ഇത് വരുന്നില്ല. അത് നമുക്ക് മനസ്സിലാവും, ഇനി മുന്നോട്ട് ഇമ്പ്രൂവ് ആവാൻ മതിയാവും. പക്ഷേ ഈ ഒരു ഫിലിമിൽ ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് തോന്നും. പഴയ അഭിനയിച്ചവരൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാം, ആ ഫിലിമിൽ തന്നെ കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, അവരൊക്കെ അടിപൊളിയായി തോന്നും. പക്ഷേ ഇവരത് എന്തോ മാറ്റി നിർത്താൻ തോന്നുന്നു. ഇതെന്താ മാസമാണോ ആ ഒരു ഫീൽ തോന്നും. അപ്പോൾ നിങ്ങൾ കൊത്ത കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ